എവല്യൂഷൻ ചാപ്റ്ററിന്റെ 5ാമത്തെ സെഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ബയോളജിക്കൽ എവല്യൂഷനും മെക്കാനിസം ഓഫ് എവല്യൂഷനും നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാം കേട്ടോ. എവല്യൂഷൻ നാച്ചുറൽ സെലക്ഷൻ വഴി എവല്യൂഷൻ നടക്കുന്നത് ഒരു ട്രൂ സെൻസിൽ നോക്കിയാൽ ഒരു സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ സെല്ലുലാർ ഫോമിലും മെറ്റാബോളിക് കേപ്പബിലിറ്റി അത് വേരി ചെയ്യും. ആ കേപ്പബിലിറ്റി അനുസരിച്ച് ഓരോ സെല്ല് സർവൈവ് ചെയ്യാനും ചിലത് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സെലക്ഷൻ സെല്ല് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. ഡാർവീനിയൻ തിയറി അബൌട്ട് നാച്ചുറൽ സെലക്ഷൻ അബൌട്ട് എവല്യൂഷൻ അത് നാച്ചുറൽ സെലക്ഷൻ തന്നെയാണ്. അതായത് ഡാർവിൻ ഈ എവല്യൂഷനെ പറ്റി പ്രതിപാദിക്കുന്നത് തന്നെ നാച്ചുറൽ സെലക്ഷൻ കൊണ്ടാണ് ഈ പരിണാമം ഉണ്ടാകുന്നത് എന്ന ഒരിതിലാണ്. അതേപോലെ തന്നെ ഈ എവല്യൂഷൻ അപ്പിയർ ചെയ്യുന്നത് ലൈഫ് സൈക്കിൾ ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ ലൈഫ് സൈക്കിൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാനിസം ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എവല്യൂഷൻ നടക്കും. അതേസമയം ലൈഫ് സൈക്കിൾ കുറച്ച് നീണ്ടതാണെങ്കിൽ അവരുടെ എവല്യൂഷൻ നടക്കാൻ കുറച്ച് സമയം എടുക്കും. അതായത് കുറച്ച് എന്താ പറയുക, നമുക്ക് അതിന്റെ എവല്യൂഷണറി സ്റ്റേജസ് കാണാൻ പോലും കിട്ടാത്ത അത്ര വർഷങ്ങളോളം എടുക്കും അതിന്റെ എവല്യൂഷൻ. അതേപോലെ അതിനൊരു എക്സാമ്പിളാണ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു ബാക്ടീരിയ ഒക്കെ നമ്മൾ എത്ര സമയം എടുക്കുന്ന പറഞ്ഞാൽ 20 മിനിറ്റ്സിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞ അല്ലെ. അപ്പൊ അതിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽ ഒരു അവറിൽ തന്നെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു കോളനി ബാക്ടീരിയ, ആ ബാക്ടീരിയയ്ക്ക് നമ്മൾ എ എന്ന് നെയിം ചെയ്യാണ്. അതൊരു പർട്ടിക്കുലർ മീഡിയത്തിൽ അത് വളരാന്നിരിക്കട്ടെ. ആ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ബാക്ടീരിയനെ അതിനെ വേറൊരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ആ മീഡിയത്തിൽ ഇട്ടുകൊടുക്കുന്ന ന്യൂട്രിയന്റ്, ആ ന്യൂട്രിയൻ കമ്പോണന്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഈ ബാക്ടീരിയയ്ക്ക് കുറച്ചും ബുദ്ധിമുട്ടാണെന്നിരിക്കട്ടെ. അതായത് വേരിയേഷൻ ഇൻ ടേംസ് ഓഫ് എബിലിറ്റി ടു യൂട്ടിലൈസ് ഫീഡ് കമ്പോണന്റ്. അങ്ങനെ അതായത് ആ കമ്പോണന്റിനെ ഫീഡ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയയ്ക്ക് മാത്രം അവിടെ സർവൈവ് ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം. സി ഹിയർ, ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മൾ കുറച്ച് ബാക്ടീരിയനെ വളർത്താണ്. ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ ബാക്ടീരിയനെ വളർത്തുമ്പോൾ ആ ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയന്റ് അതിനകത്ത് ഈ ബാക്ടീരിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാക്ടീരിയ ഇങ്ങനെ ഇതൊരു ന്യൂട്രിയൻ പ്ലേറ്റ് ആണ്. അതിനകത്ത് കുറേ ബാക്ടീരിയാസ് ഇങ്ങനെ വളരുന്നുണ്ട്. ഈ ബാക്ടീരിയാസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ന്യൂട്രിയൻ മീഡിയയുടെ ന്യൂട്രിയൻ കോമ്പോസിഷൻ ഒന്നങ്ങോട്ട് മാറ്റി കൊടുക്കുക. ന്യൂട്രിയൻ കോമ്പോസിഷൻ മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കോളനി ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് ഇത് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ ബാക്ടീരിയ, ഈ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ ഈ കോളനി ബാക്ടീരിയയ്ക്കും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ ചത്തുപോയി എന്നിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രണ്ടാമത് കൊടുത്ത ന്യൂട്രിയൻ കമ്പോണന്റിനെ ആക്സസ് ചെയ്യാൻ ഈ പറയുന്ന 7 കോളനി ബാക്ടീരിയയ്ക്കും സാധിച്ചില്ല. പക്ഷേ ഫീഡിംഗ് എബിലിറ്റി ഓഫ് ദിസ് ബാക്ടീരിയ ഈസ് ലിറ്റിൽ അഡ്വാൻസ്ഡ് ആസ് കമ്പയർഡ് ടു ദീസ് ബാക്ടീരിയാസ് നമുക്ക് മനസ്സിലാവും അല്ലെ. പക്ഷെ ഇവരെല്ലാം ഒരു സ്പീഷീസിലുള്ള ബാക്ടീരിയ തന്നെയായിരുന്നു നമ്മൾ ഇട്ടുകൊടുത്തത്. എന്തുകൊണ്ടാണ് ഈ 2 കോളനി ബാക്ടീരിയയ്ക്ക് ആ പർട്ടിക്കുലർ ന്യൂട്രിയന്റ് രണ്ടാമത് ഇട്ടുകൊടുത്തതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്? അവർക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോപ്പുലേഷനിൽ തന്നെയുള്ള ബാക്ടീരിയ ആണെങ്കിൽ പോലും അതിന് ജനറ്റിക് ലെവലിൽ ചില വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ കൊണ്ട് ചില എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈം ആ പർട്ടിക്കുലർ ഫീഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതും ആയി. അപ്പൊ ഈ കംപ്ലീറ്റ് ബാക്ടീരിയനെ നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വേരിയേഷൻ കണ്ട ബാക്ടീരിയനെ പിന്നീട് നമ്മൾ ബി കോളനി എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രിയൻ മീഡിയയിൽ വളരാൻ കഴിവില്ലാത്ത ബാക്കി എല്ലാ 7 കോളനിയും ചത്തുപോവും. ഇത് 2 സർവൈവ് ചെയ്യുകയും ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ ന്യൂ പ്രോജനി. അവർ പുതിയ പ്രോജനീസിനെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ മാത്രം പ്രോജനി ആ ഒരു ഫീഡിൽ മാത്രം വളരുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് എക്സ്പ്രസിങ് ഓൾ ദ ജീൻസ് അസോസിയേറ്റഡ് ഫോർ ദ ഡൈജഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫീഡ്. ആ ഒരു ന്യൂട്രിയന്റിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ജീൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു സ്പീഷീസിൽ. അതേപോലെ തന്നെ ഈ വേരിയേഷൻ അതിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുകയും ആ ഒരു സ്പീഷീസ് വേറൊരു സ്പീഷീസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. അതായത് ഒരു പുതിയ സ്പീഷീസ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ബാക്ടീരിയയുടെ ഉള്ളിലായതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ഒരു സ്പീഷിയേഷൻ നടന്നത്. അതേസമയം ഈ സെയിം സംഗതി ഒരു ഫിഷിലോ അല്ലെങ്കിൽ ഒരു ബേർഡിലോ, ഫൗൾ എന്ന് പറയുന്ന ബേർഡിലോ ആണ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു എവല്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സ്പാൻ വളരെ വലുതായതുകൊണ്ട്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ് അതിന് അല്ലെ. അതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അവർക്ക് ഇങ്ങനെ ഒരു ഒരു എവല്യൂഷൻ നടന്ന ഒരു പുതിയ സ്പീഷിയേഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ സ്പീഷീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബി സ്പീഷീസ് ദറ്റ് ഈസ് ബെറ്റർ ഇൻ സർവൈവൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫീഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ബി സ്പീഷീസ് ഈസ്
ബെസ്റ്റ് ഫിറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ന്യൂട്രിയൻ മീഡിയ എന്ന് പറയാം അല്ലേ. അതായത് ആ ഫിറ്റ്നസ് കാണിക്കുന്ന ഓർഗാനിസത്തിനെ ഈ മീഡിയ സെലക്ട് ചെയ്തു, അതായത് നേച്ചർ സെലക്ട് ചെയ്തു. ആ നേച്ചർ സെലക്ട് ചെയ്ത ഈ ഓർഗാനിസം, ബി ഓർഗാനിസം, ദാറ്റ് വിൽ സ്റ്റാർട്ട് മൾട്ടിപ്ലൈങ് ആൻഡ് ദാറ്റ് ക്യാരക്ടർ ദാറ്റ് എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യാൻ, എഫിഷ്യൻ്റ് ആയിട്ട് ആ ന്യൂട്രിയൻറ്റിനെ ഇൻടേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ക്യാരക്ടർ അതിൻ്റെ പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്കൊക്കെ പകർന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ജനറ്റിക് ബേസിസിലാണ് ഓരോ ഓർഗാനിസം സെലക്ട് ചെയ്യപ്പെടുന്നതും നേച്ചർ സെലക്ട് ചെയ്യുന്നതും ആ ഓർഗാനിസം എവല്യൂഷൻ നടക്കാൻ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാനുള്ള കാരണവും. അപ്പോൾ നമ്മൾ ചുമ്മാ അല്ല ഒരു ഓർഗാനിസം നേച്ചർ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ജനറ്റിക് ബേസിസിലാണ്. അതായത് അതിൻ്റെ ജനറ്റിക് കോമ്പോസിഷനിലുള്ള വേരിയേഷൻ കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് ആ പർട്ടിക്കുലർ അഡ്വേഴ്സ് നേച്ചറിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ആ ഫിറ്റ്നസ് കാണിക്കുന്ന ഓർഗാനിസംസ് കൂടുതൽ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അവരെല്ലാം ആ അഡ്വേഴ്സ് കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് ഇവിടെ ഹോസ്റ്റൈൽ എൻവറോൺമെന്റ് എന്ന് പറയുന്ന പ്രതികൂലമായ എൻവറോൺമെന്റ് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു എൻവറോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ആ അഡാപ്റ്റീവ് എബിലിറ്റി ഓരോ ഓർഗാനിസത്തിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും, അത് ക്യാരക്ടർ പാസ് ചെയ്യപ്പെടും, അത് ജനറ്റിക് ബേസിസ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ഓഫ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് ഗെറ്റ് സെലക്റ്റഡ് ബൈ നേച്ചർ. അതായത് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് ഗെറ്റ് സെലക്റ്റഡ് ബൈ നേച്ചറിൻ്റെ എൻഡ് റിസൾട്ട്, അതാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നേച്ചർ ആ നേച്ചറിൽ ഫിറ്റ് ആയിട്ടുള്ള ഓർഗാനിസം ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ ന്യൂ പ്രോജനി. അതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, biological evolution. Evolution by natural selection in a true sense would have started when cellular forms of life with a difference in metabolic capability originated on Earth. The essence of Darwin theory about evolution is natural selection. The rate of appearance of new forms is linked to the life cycle of the lifespan of organism. Microbes that divide fast have the ability to multiply and become millions of individuals within hours. A colony of bacteria, say A, growing on a given medium has built in variation in terms of ability to utilize a feed component. അതായത് ആ ബാക്ടീരിയ വളരുന്ന ഒരു ന്യൂട്രിയൻ മീഡിയയിൽ അതിനെ ആ ന്യൂട്രിയനെ ഫീഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ള വേരിയേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. എ ചേഞ്ച് ഇൻ ദ മീഡിയം കോമ്പോസിഷൻ വുഡ് ബ്രിങ് ഔട്ട് ഓൺലി ദാറ്റ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ബി ദാറ്റ് ക്യാൻ സർവൈവ് അണ്ടർ ദ ന്യൂ കണ്ടീഷൻ. നമ്മൾ ആ ന്യൂട്രിയൻ മീഡിയ ചേഞ്ച് ചെയ്ത് ആ പർട്ടിക്കുലർ ഫീഡ് കൊടുത്തു കഴിയുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന മാത്രം സർവൈവ് ചെയ്യും, ബാക്കിയൊക്കെ ചത്തുപോകും. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ദിസ് വേരിയന്റ് പോപ്പുലേഷൻ ഔട്ട്ഗ്രോസ് ദ അതേഴ്സ് ആൻഡ് അപ്പിയേഴ്സ് ആസ് new species. This would happen within days. For the same thing to happen in a fish or fowl would take millions of years, as lifespan of these animals are in years. Here we say that fitness of B is better than that of A under the new conditions. Nature selects for fitness. One must remember that the so-called fitness is based on characteristics which are inherited. Hence, there must be genetic basis for getting selected and to evolve. Another way of saying the same thing is that some organisms are better adapted to survive in an otherwise hostile environment. Adaptive ability is inherited. It has a genetic basis. Fitness is the end result of the ability to adapt and get selected by nature. ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ബ്രാഞ്ചിങ് ഡിസെൻറ്റും നാച്ചുറൽ സെലക്ഷനുമാണ്. അതായത് ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ നേച്ചർ സെലക്ട് ചെയ്യുന്ന ചില ഓർഗാനിസംസ് അത് പല രീതിയിൽ ബ്രാഞ്ചിങ് നടന്ന് പല സ്പീഷീസ് ആയിട്ട് ഇവോൾവ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡാർവിന് മുമ്പ് തന്നെ ഒരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ലാമാർക്ക് അദ്ദേഹം എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഡ്രിവൻ ചെയ്യുന്നത്, ആ എവല്യൂഷൻ കാരണമാകുന്നത് ബൈ യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് സർട്ടൻ ഓർഗൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതിനൊരു എക്സാമ്പിളും അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഒരു ഓർഗൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താവും, എവല്യൂഷൻ നടന്ന് അത് കുറച്ചും കൂടെ ഡെവലപ്പായി വരും. ഇനി നമ്മളത് യൂസ് ചെയ്യുന്നില്ലേ, അതങ്ങനെ പതുക്കെ പതുക്കെ അത് ആ ഓർഗൻ ഇല്ലാതെയായി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ ജിറാഫിന്റെ നെക്കാണ് കേട്ടോ. ഈ ലീവ്സ് അത് സാധാരണ ലീഫൊക്കെ തിന്നിട്ടാണല്ലോ ജിറാഫ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ലീഫ് താഴെയുള്ള ലീഫൊക്കെ തീർന്നു കഴിയുമ്പോൾ ടോൾ ട്രീസിലുള്ള ലീഫ് പറിക്കാൻ വേണ്ടി അത് കഴുത്ത് നീട്ടിയാണ് അതിന്റെ നെക്ക് എലോങ്ങേറ്റഡ് ആയി പോയെന്ന്. എന്നിട്ട് ഇത് പതുക്കെ ആ ഒരു ക്യാരക്ടർ അറ്റൈൻ ചെയ്യുകയും അതേപോലെ അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ക്യാരക്ടർ പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ജിറാഫിന്റെ കുട്ടികൾക്കെല്ലാം നെക്ക് വളരെ നീളം ഉള്ളതായി എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ ലോങ് നെക്ക് അവരെ അക്വയർ ചെയ്താന്ന്. പക്ഷെ ഇത് ആർക്കും ബിലീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബോഡി ബിൽഡർ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ജിമ്മിലൊക്കെ പോയി ഒരാൾ നന്നായി മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരാൾ, അയാൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനപ്പോൾ മസിൽ ഉണ്ടാവോ? ഇല്ല. ആ കുഞ്ഞ് എക്സസൈസ് ചെയ്താൽ മാത്രമേ അതിന് മസിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്നത് ജനറ്റിക് അസോസിയേറ്റഡ് അല്ല എന്ന് പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു എലി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ വാല് മുറിച്ചു വിട്ടു, അതിനുണ്ടായ കുഞ്ഞിന് വാലുണ്ടാവും, അതിൻ്റെയും വാല് മുറിച്ചു, അതിനുണ്ടായ കുഞ്ഞിന് പിന്നെയും വാലുണ്ടാവും, അതിനും വാല് മുറിച്ചു. എത്ര ജനറേഷൻ വാല് മുറിച്ചു വിട്ടിട്ടും അതിന് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അതിന് വാലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വാല് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ആ ജനറ്റിക് കോമ്പോസിഷൻ അതിൻ്റെ ബോഡിയിലുള്ളിടത്തോളം കാലം അത് പ്രൊഡ്യൂസ് ചെയ്യും എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നില്ല എന്ന് കരുതി അടുത്ത ജനറേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കില്ല എന്നാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി അധികകാലം നിലനിന്നില്ല കേട്ടോ. അതപ്പോൾ തന്നെ എന്താ പറയുക, അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. Branching descent and natural selection are the two key concepts of Darwinian theory of evolution. Even before Darwin, a French naturalist, Lamarck, had said that evolution of life forms had occurred but driven by use and disuse of organs. He gave the example of giraffe who in an attempt to forage leaves on tall trees had to adapt by elongation of their necks. As they pass on this acquired character of elongated neck to succeeding generation, giraffe slowly over the years came to acquire long necks. Nobody believed this conjecture anymore. ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണോ അതോ ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് ആണോ? നമ്മൾ ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റും അല്ലെങ്കിൽ ആനിമേറ്റ് ഓർഗാനിസംസും എന്തെടുത്ത് നോക്കിയാലും അതിലൊക്കെ നമുക്കൊരു സക്സസ്ഫുൾ സ്റ്റോറി ഓഫ് എവല്യൂഷൻ കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ ഈ ലോകത്തിന്റെ ഈ വേൾഡിന്റെ സ്റ്റോറി പറയുമ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ആ വേൾഡിൽ നടന്ന ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേസമയം ഒരു എർത്തിലെ ലൈഫിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ആ എവല്യൂഷനെ നാച്ചുറൽ സെലക്ഷന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രോസസ്സായിട്ടാണ് പറയുന്നത്. അതായത് റിസൾട്ട് ഓഫ് നാച്ചുറൽ സെലക്ഷനാണ് എവല്യൂഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും നമുക്ക് ക്ലിയർ അല്ല ഈ എവല്യൂഷനും നാച്ചുറൽ സെലക്ഷനും ഒരു പ്രോസസ് ആണോ അതോ റിസൾട്ട് ഓഫ് സം അൺനോൺ പ്രോസസ് ആണോ എന്ന്. എന്തെങ്കിലും ഒരു അൺനോൺ പ്രോസസ്സിന്റെ റിസൾട്ട് ആണോ എന്ന് ഇതുവരെ അത് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നമുക്കില്ല. ഈസ് എവല്യൂഷൻ എ പ്രോസസ് ഓർ ദ റിസൾട്ട് ഓഫ് പ്രോസസ്? The world we see inanimate and animate is only the success story of evolution. When we describe the story of this world, we describe evolution as a process. നമ്മൾ ഈ ലോകത്തിന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ലോകത്ത് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് പറയാം. ഓൺ ദി അതർ ഹാൻഡ് വെൻ വി ഡിസ്ക്രൈബ് ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓൺ എർത്ത്, അതേസമയം ഈ എർത്തിൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ പറയുന്നതെങ്കിൽ വി ട്രീറ്റ് എവല്യൂഷൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് എ പ്രോസസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. ലൈഫിൽ കാണുന്ന നാച്ചുറൽ സെലക്ഷൻ എന്നൊരു പ്രോസസ്സിന്റെ റിസൾട്ടാണ് എവല്യൂഷൻ എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും വി ആർ സ്റ്റിൽ നോട്ട് വെരി ക്ലിയർ വെദർ ടു റിഗാർഡ് evolution and natural selection as process or end result of unknown process. ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യമാണ് തോമസ് മാൾത്തസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു പോപ്പുലേഷൻ സ്റ്റഡി ചെയ്തത്. അദ്ദേഹം ആ പോപ്പുലേഷൻ സ്റ്റഡി ചെയ്തപ്പോൾ ഒരിക്കലും ഒരു പോപ്പുലേഷനിൽ അതിൻ്റെ ഗ്രോത്ത് വന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആകുന്നില്ല എന്നാണ് അദ്ദേഹം കണ്ടത്. അതായത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നാച്ചുറൽ സെലക്ഷൻ
വളരെ ക്ലിയർ ആണ് ഒരു പോപ്പുലേഷന്റെ ഗ്രോത്ത് കാണുമ്പോൾ. എക്സാമ്പിൾ, നാച്ചുറൽ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതായത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് നാച്ചുറൽ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷനും കൂടും. അപ്പോൾ നോക്കുമ്പോൾ ഒരു പോപ്പുലേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ പോപ്പുലേഷനിലുള്ള ഓരോ ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താവും, അതൊരു എന്താ പറയുക, ഒരു എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും നമ്മളൊരു പോപ്പുലേഷന്റെ ഗ്രോത്ത് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ സൈസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, എക്സെപ്റ്റ് സീസണൽ ഫ്ലക്ച്വേഷൻ. ചില സീസണിൽ ചില ഓർഗാനിസത്തിന്റെ നമ്പർ കുറയും കൂടും എന്നല്ലാതെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും എപ്പോഴും ഒരു പോപ്പുലേഷൻ ഉണ്ടാവുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ പോപ്പുലേഷനിലെയും ചില മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് ജനറ്റിക് ക്യാരക്ടേഴ്സിൽ ചില വേരിയേഷൻസ് ഒക്കെ കാണാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരേപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ കൂടി അവർക്കൊക്കെ ചില ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. ആ ജനറ്റിക് വേരിയേഷൻസ് അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് അവർ പകർന്നു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും തിയററ്റിക്കലി നമ്മളൊരു പോപ്പുലേഷൻ സൈസ് പറയുമ്പോൾ ആ പോപ്പുലേഷൻ എക്സ്പൊണൻഷ്യലി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മാക്സിമം അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ശരിക്കും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ കാണിക്കുന്ന ബാക്ടീരിയയുടെ കേസിലൊക്കെ ഉള്ളൂ. അതല്ലാതെ വലിയ വലിയ ഓർഗാനിസത്തിലൊന്നും റിയാലിറ്റിയിൽ ഇത് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നാച്ചുറൽ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ കൂടുകയും ഏതൊക്കെ ഓർഗാനിസത്തിന് വളരെ കുറഞ്ഞ റിസോഴ്സസിൽ സർവൈവ് ചെയ്യാൻ കഴിയുമോ അത് മാത്രം സർവൈവ് ചെയ്യുകയും ചെയ്യും. ബാക്കി അത് ഫ്ലറിഷ് ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ അതിന് സർവൈവ് ചെയ്യാൻ കഴിയാതെ ചത്തു പോവാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഡാർവിന്റെ ഈ ഒരു ഐഡിയ, അതായത് വേരിയേഷൻ എന്ന ആ ഒരു സംഗതി ഈ പറയുന്ന പോപ്പുലേഷന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, അത് ഹെറിറ്റബിൾ ആയതും കൊണ്ട്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഓർഗാനിസം സർവൈവ് ചെയ്യുകയും ബാക്കി ചത്തുപോവുകയും ചെയ്യുന്ന അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അതുകൊണ്ടാണ് ഒരു പോപ്പുലേഷൻ എപ്പോഴും ഒരു സ്റ്റേബിൾ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ സൈസ് കാണിക്കുന്നത്. അല്ലാതെ ഒരുപാട് എക്സ്പൊണൻഷ്യൽ അത് വളരാത്തതിന് കാരണം ഈ ഒരു ഇതാണ്, അതായത് നേച്ചർ സെലക്ട് ചെയ്യുന്നതാണ്. അതായത് ഫീഡിങ് എബിലിറ്റി അനുസരിച്ച് നേച്ചർ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പീരീഡ് ടൈമിൽ പല ജനറേഷൻസും സർവൈവേഴ്സ് എന്താ പറയുക സർവൈവ് ചെയ്യും, ബാക്കിയുള്ള ഓർഗാനിസംസ് ചത്തുപോവുകയും സർവൈവേഴ്സ് പുതിയ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ്, ആ വേരിയേഷൻ കാണിക്കുന്ന ഓർഗാനിസം ആണല്ലോ അവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രോജനിയാണ് പിന്നീട് ആ ഒരു പോപ്പുലേഷനിലെ നമ്പർ കൂട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പോപ്പുലേഷനിലെ എല്ലാ ഓർഗാനിസത്തിലും തന്നെ ഈ ക്യാരക്ടർ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും എന്താ പറയുക ഒരു പുതിയ ക്യാരക്ടർ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതാണ് സ്പീഷിയേഷന് കാരണമാകുന്നതെന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ഒന്നും കൂടി ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് തോമസ് മാൾത്തസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പോപ്പുലേഷൻ സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞ്, തിയററ്റിക്കലി ഈ പറയുന്ന എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിലും അത് ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. ശരിക്കും റിയാലിറ്റിയിൽ ആ ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. ഗ്രോത്ത് ലിമിറ്റഡ് ആവാനുള്ള കാരണം നാച്ചുറൽ റിസോഴ്സസ് കുറയുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഓർഗാനിസം അത് അതിൻ്റെ ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടാണ്. അതായത് ഫീഡിങ് എഫിഷ്യൻസി കൂടുതലുള്ള ഓർഗാനിസം സർവൈവ് ചെയ്യും, അവരവരുടെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഈ വേരിയേഷൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വേരിയേഷൻ അടുത്ത ജനറേഷനിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ഡെവലപ്പായി വരുന്നത്, ഒരു പുതിയ ക്യാരക്ടർ ആ പോപ്പുലേഷനിൽ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നത്. സോ ഹിയർ വി വിൽ ജസ്റ്റ് സീ ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ വർക്ക് ഓഫ് തോമസ് മാൾത്തേഴ്സ് ഓൺ പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ഡാർവിൻ. നാച്ചുറൽ സെലക്ഷൻ ഇസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഒബ്സർവേഷൻസ് വിച്ച് ആർ ഫാക്ച്വൽ. ഫാക്ച്വൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. For example, natural resources are limited. Populations are stable in size except for seasonal fluctuation. Members of a population vary in characteristics. In fact, no two individuals are alike in a population. Even though they look superficially similar, most variations are inherited. Most of variations superficially similar. Most of variations are inherited, etc. The fact that theoretically population size will grow exponentially if everybody reproduces maximally, this fact can be seen in a growing bacterial population. The fact that population size in reality will be limited means that there had been competition for resources. Only some survive and grew at the cost of other that could not flourish. The novelty and brilliant insight of Darwin was this. He asserted that variation which are heritable and which make resources utilization better for few, adapted to habitat better, will enable only those to reproduce and leave more progeny. Hence, for a period of time, over many generations, survivors will leave more progeny and there would be a change in population characteristic and hence new forms appear to arise. കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ബയോളജിക്കൽ എവല്യൂഷനെ പറ്റിയിട്ട്. ഇനി നമുക്ക് മെക്കാനിസം ഓഫ് എവല്യൂഷൻ നോക്കാം.
മെക്കാനിസം ഓഫ് എവല്യൂഷൻ. എങ്ങനെയാണ് ഈ എവല്യൂഷൻ നടക്കുന്നത്? എന്ത് മെക്കാനിസം കൊണ്ടാണ് ഈ എവല്യൂഷൻ നടക്കുന്നത്? ഈ ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട്, വേരിയേഷൻ ഉള്ള ഓർഗാനിസം ബെറ്റർ സർവൈവ് ചെയ്യുകയും അവർ പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അവർ നേച്ചറിന് ഫിറ്റ് ആവുകയും റീപ്രൊഡക്റ്റീവ്ലി ഫിറ്റ് ആവുകയും ബ്രാഞ്ചിങ് ഡിസെൻറ്റും സ്പീഷിയേഷനും ഒക്കെ നടക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ചില ഓർഗാനിസത്തിൽ ഉണ്ടാകുന്നത്? മെൻഡൽ ഇൻഹെറിറ്റബിൾ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഹെറിറ്റബിൾ ഫാക്ടർ ഫീനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാർവിൻ ഈ ഭാഗം ഇഗ്നോർ ചെയ്ത പോലെയാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേരിയേഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മെന്റൽ പ്രപ്പോസ് ചെയ്തനുസരിച്ച് ആ ഫീനോടൈപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഹെറിറ്റബിൾ ഫാക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് ആ ചേഞ്ച് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ അദ്ദേഹം അതങ്ങ് ഇഗ്നോർ ചെയ്ത പോലെയായിരുന്നു. പക്ഷേ 20th സെഞ്ചുറീൻ്റെ ഫസ്റ്റ് ഡീക്കേഡിൽ ഹ്യൂഗോ ഡെബ്രിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈവനിങ് പ്രിംറോസിൽ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മ്യൂട്ടേഷൻ എന്നോ ഒരു ഐഡിയ കിട്ടി. ലാർജ് ഡിഫറൻസ് പെട്ടെന്നൊരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണ്. അദ്ദേഹം ബിലീവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്യൂട്ടേഷനാണ് ഈ എവല്യൂഷന് കാരണമാകുന്നത്, അല്ലാതെ മൈനർ വേരിയേഷൻ ആൻഡ് നോട്ട് ദ മൈനർ വേരിയേഷൻ വിച്ച് ഈസ് ഹെറിറ്റബിൾ ദാറ്റ് ഡാർവിൻ ടോക്ഡ് അബൌട്ട്. അതായത് മൈനർ വേരിയേഷന് അത് ഇൻഹെറിറ്റ് ചെയ്തു പോകുന്ന മൈനർ വേരിയേഷൻസ് കൊണ്ടൊന്നും അല്ല ഈ പറയുന്ന എവല്യൂഷൻ നടക്കുന്നത്, അത് പെട്ടെന്നുണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ടാണെന്ന് ഹ്യൂഗോ ഡെബ്രിസ് പറഞ്ഞു. അതേപോലെ തന്നെ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് റാൻഡം പ്രോസസ്സാണ്, ഡയറക്ഷൻലെസ്സാണ്. നമുക്ക് പറയാൻ പറ്റില്ലേ എങ്ങനെ എവിടെയാണ് മ്യൂട്ടേഷൻ നടക്കുന്നത്, ഏത് ഡയറക്ഷനിലാണ്. പക്ഷേ ഡാർവിൻ വേരിയേഷൻ പറഞ്ഞപ്പോൾ അത് വളരെ പതുക്കെ നടക്കുന്ന വേരിയേഷനും അതേപോലെ ഡയറക്ഷണലും ആണ്. എവല്യൂഷൻ ഡാർവിൻ്റെ കേസിൽ ഗ്രാജുവലായിട്ട് നടക്കുന്ന, എന്നാൽ ഡെബ്രിസ് ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ സ്പീഷിയേഷൻ കോസ് ചെയ്യുമ്പോൾ അത് ഒരു സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷനാണ്, അതായത് സാൾട്ടേഷൻ എന്നാണ് പറയുക. അതായത് ഒരു സഡൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു ലാർജ് മ്യൂട്ടേഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നതിന് സാൾട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഡാർവിൻ്റെ പ്രകാരം ഇത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി നടക്കുന്നതാണെങ്കിൽ ഡെബ്രിസ് ബിലീവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എവല്യൂഷൻ നടക്കുന്നത് സാൾട്ടേഷൻ പ്രോസസ് കൊണ്ടാണെന്നാണ്. ഈ പോപ്പുലേഷൻ ജെനറ്റിക്സ് സ്റ്റഡി ചെയ്തപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടി ശരിക്കും എന്തുകൊണ്ടാണ് ഈ എവല്യൂഷൻ നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. മെക്കാനിസം ഓഫ് എവല്യൂഷൻ. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദിസ് വേരിയേഷൻ ആൻഡ് ഹൗ ഡസ് സ്പീഷിയേഷൻ ഒക്കർ? ഈവൻ ദോ മെൻഡൽ ഹാഡ് ടോക്ഡ് ഓഫ് ഇൻഹെറിറ്റബിൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് phenotype, Darwin either ignored these observations or kept silence. In the first decade of 20th century, Hugo de Vries, based on his work on evening primrose, brought forth the idea of mutations, large difference arising suddenly in a population. He believed that it is mutation which cause evolution and not the minor variation which is heritable that Darwin talked about. Mutations are random and directionless, while Darwinian variations are small and directional. Evolution for Darwin was gradual, while De Vries believed mutation caused speciation and hence called it saltation, single step large mutation. Studies in population genetics later brought out some clarity. കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ഒരു സെഷനിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കാണ്, അത് ഹാഡി വെയിൻബർഗ് പ്രിൻസിപ്പിളാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ.